ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓറിയോ ചീസ് കേക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സാധാരണ ചീസ് കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാണ്ട് തന്നെ ഫ്രീസ് ചെയ്ത് കഴിക്കുന്ന ഒരു കേക്കാണ്. വളരെ ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റും ആണ്. ഓറിയോ ബിസ്ക്കറ്റ് വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമ്മൾ സാധാരണ ഷേക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഓറിയോ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കുട്ടികൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ പീസസ് ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഈ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കേക്ക്, നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് നല്ലൊരു ഡെസേർട്ടായിട്ട് കഴിക്കാൻ പറ്റിയതാണ് ഈ ഓറിയോ ചീസ് കേക്ക്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ആദ്യം ഓറിയോ ബിസ്ക്കറ്റാണ്. ഞാനൊരു 20 ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഒരു 20 ബിസ്ക്കറ്റിന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് അതിന്റെ വൈറ്റും ബ്ലാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനിലന്റെ ഓറിയോ ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ഓറിയോന്റെ തന്നെ ചോക്ലേറ്റ് ഫില്ലിങ്ങും വരുന്നുണ്ട്. നമ്മളിത് വാനില ക്രീം ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബിസ്ക്കറ്റ് ഒന്ന് പൊളിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതിന്റെ വൈറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് വൈറ്റ് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വൈറ്റ് അതുമുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിയണത്ര നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് കുട്ടികളെ ഏൽപ്പിക്കണമെങ്കിൽ ഈ ജോലിയൊക്കെ അവർ പെട്ടെന്ന് തീർത്തു തരും. കുറച്ച് ബിസ്ക്കറ്റ് മിസ്സിങ് ആവുന്നുള്ളൂ, എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ഇതുപോലെ നമുക്കൊന്ന് വൈറ്റും ബ്ലാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഓറിയോ വെച്ചിട്ട് എന്ത് ചെയ്താലും നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചീസ് കേക്കും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ 20 ബിസ്ക്കറ്റ് ഇതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ എടുക്കുമ്പോ സമയത്ത് 40 ബിസ്ക്കറ്റ് ഉണ്ടാവും, 2 ലെയർ അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ വൈറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്കതിന് മിക്സിന്റെ ഒന്നും ആവശ്യമില്ല. അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് പൊടിക്കാം നമുക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ സിബ്ലോക്ക് ബാഗ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഞാൻ ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് റോളർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്താൽ മതി. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടും. നമുക്ക് ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇതിൽ പൊടിച്ചെടുക്കുക. നമ്മൾ സാധാരണ ചീസ് കേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബിസ്ക്കറ്റൊക്കെ പൊടിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു ബിസ്ക്കറ്റ് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫൈൻ പൗഡർ അല്ല, അത്യാവശ്യം കുറച്ച് തരിയൊക്കെ ഉള്ള ഒരു ബിസ്ക്കറ്റിന്റെ പൊടി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിലത്തെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാനൊരു 80 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടറാണ് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ബിസ്ക്കറ്റിന്റെ മിക്സ് ഒന്ന് നനക്കാൻ ആവശ്യത്തിനുള്ള ബട്ടർ ആട്ടോ.
നമുക്കത് കുഴച്ചെടുക്കുമ്പോൾ ബിസ്ക്കറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും ബട്ടറിന്റെ മിക്സ് എത്തുന്ന ആ ഒരു പരുവത്തിൽ നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബട്ടറിന് പകരം നിങ്ങൾ ഓയിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ, ബട്ടർ തന്നെ എടുക്കുക. നമുക്കത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് സെറ്റായി കിട്ടൂല, പിന്നെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. ബട്ടർ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവുന്ന ഒരു രീതിയിൽ നിങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരളവിന് ഇത്രയും ബിസ്ക്കറ്റിന് ഈ ഒരളവ് മതി കേട്ടോ. നിങ്ങൾ ബിസ്ക്കറ്റ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ അളവ് നിങ്ങൾ കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട്, ചീസ് കേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ അയച്ചെടുക്കുന്ന ടിന്നാണ് നല്ലത്, റീമോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കേക്ക് മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത്, അത് ചീസ് കേക്ക് നേരത്തെ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇത് കാണുന്നവരുണ്ടെങ്കിൽ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ നല്ലോണം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് നിങ്ങൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ മൊത്തത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ശരിയാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കട്ടി നമുക്ക് കൂടിപ്പോവും, അങ്ങനത്തെ ഒരു പ്രോബ്ലം വരും. അപ്പൊ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിലാണ് ഞാൻ വെക്കുന്നത്. ഫ്രീസറിൽ ഞാൻ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ബട്ടർ പെട്ടെന്ന് സെറ്റായി കിട്ടും. സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ജലാറ്റിനാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ജലാറ്റിൻ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അത് മെൽറ്റായിക്കോളും. സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ചീസ് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു 150 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രീം ചീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടയായിരിക്കും. ഞാനത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളതാണ് മിക്സിയിൽ ഇട്ടിട്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിന്റെ ഫില്ലിങ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്രീം ചീസ് തന്നെ എടുക്കുക, ഇതിന് നല്ല ടേസ്റ്റ് ആണിത്. ഇപ്പോൾ ക്രീം ചീസ് കിട്ടാത്തവരാണെങ്കിൽ പാല് ക്രീം ചീസ് ഉണ്ടാക്കാട്ടോ. പാല് നമ്മൾ പനീറിനൊക്കെ പോലെ പിരിച്ചെടുക്കുന്ന അതുപോലെ ഉണ്ടാക്കിയാൽ മതി. അത് നല്ലോണം നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒഴിക്കണത് അത് നല്ലോണം കഴുകിയിട്ടൊന്ന് അരിപ്പിയിലിട്ടിട്ട് അരിച്ചിട്ടൊന്ന് ഒരിത്തിരി പാലും ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അല്ലാത്തവർ ക്രീം ചീസ് പുറത്തുനിന്ന് വാങ്ങുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറിയ ചൂടിലേ വെച്ചെടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചൂടാവുന്ന സമയത്ത് ക്രീം ചീസ് ഒന്ന് മെൽറ്റായി വരും. ഇതിലേക്ക് 1/4 കപ്പ് പാല്, ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കാൻ വിട്ടു പോവരുത്. നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ക്രീം ചീസിൻ്റെത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ ആഡ് ചെയ്യുക. ഇതിന്റെ ചെറിയ തരികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചൂട് കിടന്ന് തന്നെ അത് മെൽറ്റ് ആയിക്കോളും. അപ്പൊ ജലാറ്റിൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് കട്ടിയായി പോവും. അപ്പൊ നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ ചീസ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ജലാറ്റിൻ ഒഴിക്കണോണ്ട് നമ്മുടെ ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ബിസ്ക്കറ്റ് മിക്സ് കൊഴിക്കത്. അപ്പോൾ നമ്മള് 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റിൻ്റെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ. നല്ലോണം തണുത്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ്, ഈ ചീസ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കുറച്ച് ചൂടുണ്ട് കേട്ടോ. ഞാനത് തണുക്കാൻ വെച്ചിട്ടില്ല. തണുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പാത്രത്തിൽ വെച്ചിട്ട് തന്നെ സെറ്റായി പോകും ജലാറ്റിൻ ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ നേരിട്ട് ഒഴിച്ചു കൊടുത്തേക്കാണ്. അപ്പൊ അത് ഒഴിച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പൊ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിക്കോളും. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിന്റെ പൊടിച്ച ബിസ്ക്കറ്റ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിന്റെ മുകളിൽ നമ്മൾ ഇട്ടുകൊടുക്കണം. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് താന്നു പോകും. ബിസ്ക്കറ്റ് കുറച്ച് പീസസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ അതൊന്ന് ഒരു അരപ്പി കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈൻ പൗഡർ നേരെ അതിന്റെ ടോപ്പില് വീഴുള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് താന്നു പോവില്ല. അപ്പൊ ജസ്റ്റ് അതിന്റെ മുകളിൽ ആദ്യം ഒന്ന് അതിന്റെ ഫൈൻ പൗഡർ ആക്കി കൊടുക്കുക. അതിന് വേണ്ടി ഒരു അരപ്പി കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. നമ്മൾ നേരെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റിന് ചെറിയ പീസസ് ഒക്കെ നേരെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ക്രീമിലാണ് താന്നു പോവും. ക്രീം സെറ്റ് ആയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടണം. അപ്പൊ അതിലേറെ നല്ലത് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഫൈൻ പൗഡറിന്റെ മുകളിലെ ലെയറിൽ ചെന്ന് വീഴുള്ളൂ. ഇനി പതുക്കെ നമുക്ക് അതിന് അതിന്റെ ബിസ്ക്കറ്റിൻ്റെ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇട്ടുകൊടുക്കുക. പതുക്കെ ഇട്ടുകൊടുത്താൽ മതി. ക്രീം കട്ടിയായതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും താന്നു പോവില്ല. വലിയ പീസസ് ഉണ്ടെങ്കിൽ ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഈ മുകളിൽ ഇട്ട് കൊടുക്കുന്ന ലെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ പൗഡർ ആക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയൊക്കെ ചെയ്യാട്ടോ. ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യായതുകൊണ്ട് ഞാൻ പൊടിക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ അതുപോലെ അങ്ങ് ചെയ്യാണ്. ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ബാക്കി മൊത്തം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 4 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് ശരിക്കും കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫില്ലിങ് അത്ര ഇതായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കുക. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഞാന്. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ ഞാന്. അപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീസ് കേക്ക് ഇവിടെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കേക്ക് ടിന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പൊ ഇത് നമുക്കൊന്ന് റീമോൾഡ് ചെയ്യാം. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓറിയോ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.